ലിഅന്നൽ മർഅത്തൻ നാഖിസത്തുൽ അഖൽ യമൂതു വലതുഹ വഹിയ തദ്ഹക്. ബുദ്ധിയില്ലാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ കുഞ്ഞെങ്ങാനും മരിച്ചാൽ വഹിയ തദ്ഹക്, അവൾ ഇങ്ങനെ ചിരിക്കും. കാരണം അവൾക്ക് കൃത്യമായ ചിന്തയും ബുദ്ധിയുടെയും വികാസക്കുറവ് കൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്യുന്നത്. അതിൽ അത്ഭുതമില്ല. അതുപോലെ തന്നെയാണ് നീയും എന്ന് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നതായി കാണാം. നിനക്ക് രാത്രിയുടെ യാമങ്ങളിലുള്ള നമസ്കാരങ്ങൾ നിന്റെ ജീവിതത്തിൽ ഒഴിവായാൽ നിനക്കൊരു വിഷമമില്ല. വഅൻ സിയാമിൻ നഹാർ, പകലിലെ നോമ്പിനെ തൊട്ട് നീ പോയാലും നിനക്ക് വലിയ വിഷമമില്ല. വഫി ജമീഇ ജവാരിഹിക വലം തതഅല്ലം, നിനക്കതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. തെറ്റുകൾ ചെയ്താലും എത്ര കണ്ട് അമലു സാലിഹാത്ത് നിന്റെ ജീവിതത്തിൽ ഓരോ സെക്കൻഡ്സുകളിൽ നഷ്ടപ്പെട്ടാലും നിന്നെ അത് വേദനിപ്പിക്കുന്നില്ല. നീ ചിരിച്ച് ആർമാദിച്ച് ഉല്ലസിച്ച് സന്തോഷിച്ചുകൊണ്ട് നീ ജീവിതം മുന്നോട്ട് തള്ളുകയാണ്. കാരണം നിനക്ക് ബുദ്ധി കുറവാണ് എന്നുള്ളതാണ് ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു തആല അൻഹു കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള വ്യക്തിത്വമാകുന്ന സയ്യിദുന മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ പാപങ്ങളിൽ നിന്നും പൂർണ്ണമായി മോചിതനായിട്ട് പോലും രാത്രിയെ 3 ഭാഗങ്ങളാക്കി അതിലൊരു ഭാഗം തീർച്ചയായും അവിടുന്ന് കാലിൽ നീരു വരുവോളം നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് റബ്ബിനെ വേണ്ടതുപോലെ അവിടുത്തെ ആ വലിയ ബുദ്ധി കൊണ്ട് അവിടുന്ന് മനസ്സിലാക്കുകയും അതിനനുസൃതമായ പ്രവർത്തന മികവിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്തു. സ്വഹാബത്തും അങ്ങനെ തന്നെ, താബിഉകളും തബഉ താബിഉകളും അഇമ്മത്തുൽ അർബഅയും സലഫുസ് സാലിഹീങ്ങളും ഇമാമുകളും തദൈവ അവരുടെ ജീവിതവും അവർ ബുദ്ധിമാന്മാരായതുകൊണ്ട് റബ്ബിനു വേണ്ടി മാറ്റിവെച്ചു. അള്ളാഹു നമുക്കും അങ്ങനെ നല്ലത് ചിന്തിക്കാനും നന്മകളിലായി ജീവിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.